Welcome back, students. Today we will discuss how we will create a menu in AWT or Swing. Examples for menu are you using Word, any editor, Notepad, etc. We'll use File menu, Edit menu. Then in File there are New, Open. These are submenus. This is a menu. Then we will go through the steps in creating a menu. Mainly there are three components for creating a menu. They are a menu bar, menu and a menu item. For creating a menu, we use three components, that is menu bar. That is the basic component, a menu bar. Then each menu we use, that is file menu, edit menu, etc. Then menu item, that is in file menu, that is new, open, save, etc. That is the topic we'll discuss today. In Swing, the menu bar is J menu bar and menu is J menu and menu item J menu item. So, what is a J menu bar? It's a base or a menu. നമ്മളൊരു മെനു ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിലുള്ള ഒരു ബേസിക് പാർട്ട്, ബേസ് എന്ന് പറയുന്ന മെനു ബാറാണ്. നമ്മൾ ആ മെനു ബാറിലാണ് ഓരോ മെനുവും കൊടുക്കുക. ഈ ഓരോ മെനുവിലും നമ്മൾ അതിൻ്റെ സബ് മെനു ആയിട്ട്, നിങ്ങളൊരു ഫയൽ മെനു എടുക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ന്യൂ, ഓപ്പൺ, സേവ് എക്സെട്ര ഉണ്ട്. അത് ഓരോന്നും ഓരോ മെനു ഐറ്റംസ് എന്ന് നമുക്കിവിടെ പറയാം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു മെനു ബാറിന് എല്ലാം എത്ര മെനു ഉണ്ടെങ്കിലും നമുക്ക് ഒരു മെനു ബാറിലേക്ക് നമുക്ക് അതിനെ പ്ലേസ് ചെയ്യാം. പിന്നെ മെനു എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര മെനൂസ് ആവശ്യമുണ്ടോ അത്രയും മെനു. ഇപ്പം ഫയൽ മെനു ഉണ്ട്, എഡിറ്റ് മെനു ഉണ്ട്, ഹെൽപ്പ് മെനു ഉണ്ട്, അല്ലേ? ഇത് ഓരോന്നും ഓരോ മെനു. ദെൻ ഈ ഫയലിലും എഡിറ്റിലും നമ്മൾ യൂസ് ചെയ്യുന്ന സബ് മെനൂസ് ആണ് നമ്മളിവിടെ മെനു ഐറ്റം ആയിട്ടും കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു സമ്മറി എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മളൊരു മെനു ബാർ ക്രിയേറ്റ് ചെയ്യണം. മെനു ബാർ ക്രിയേറ്റ് ചെയ്യുന്നു. മെനു ബാർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മെനുവിന്റെ ഒബ്ജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക. എത്ര മെനു ആണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും മെനൂസ്. ദെൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഓരോ മെനുവിലും വരണ മെനു ഐറ്റംസിനെ ക്രിയേറ്റ് ചെയ്യണം. ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മെനു ഐറ്റത്തിനെയും അതിന്റെ കറസ്പോണ്ടിങ് മെനുവിലേക്ക് ആഡ് ചെയ്യണം. ദെൻ ഓരോ മെനുവിലെയും മെനു ബാറിലേക്കും ആഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ മെനു ഐറ്റംസിനെ എല്ലാം അതിന്റെ കറസ്പോണ്ടിങ് മെനു, ഇപ്പൊ ന്യൂ, ഓപ്പൺ, സേവ് എന്നൊക്കെ പറയുന്ന മെനു ഐറ്റം ആണെങ്കിൽ അതിനെ നമ്മൾ ഫയൽ മെനുവിലേക്ക് ആഡ് ചെയ്യുക. ദെൻ ആ ഫയൽ മെനുവിനെ നമ്മൾ മെനു ബാറിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെയാണ് ഇപ്പൊ എഡിറ്റ് മെനു ഉണ്ടെങ്കിൽ എഡിറ്റിനകത്ത് വരുന്ന കട്ട്, കോപ്പി, പേസ്റ്റ് എന്ന് പറയുന്ന മെനു ഐറ്റംസിനെ നമ്മൾ എഡിറ്റ് മെനുവിലേക്ക് ആഡ് ചെയ്യുക. ആ മെനുവിനെ നമ്മൾ മെനു ബാറിലേക്ക് ആഡ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ഒരു പ്രൊസീജിയർ. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുക, അല്ലെ അതിന്റെ സ്റ്റെപ്സ് എന്താണ്. ഇവിടെ നമുക്ക് നോക്കാം, ഇതിനകത്തെ കൺസ്ട്രക്റ്റേഴ്സ്. നമ്മൾ ഒരു മെനു ബാർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ജെ മെനു ബാർ എന്ന് പറയുന്ന ഒരു കൺസ്ട്രക്ടർ യൂസ് ചെയ്യും. ഇതൊരു മെനു ബാർ ക്രിയേറ്റ് ചെയ്യുക. ഇനി മെനുവിന്റെ കൺസ്ട്രക്ടർ എന്തായിരിക്കും? ജെ മെനു എന്ന് പറഞ്ഞാൽ ഒരു മെനു ആണ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ടെക്സ്റ്റ് ഒന്നും ഇല്ല. അപ്പൊ എന്താണ് അതിന്റെ നെയിം? നമ്മളിപ്പോ ഫയൽ മെനു ആണെങ്കിൽ അതിനൊരു പേര് കൊടുക്കുന്ന പോലെ ക്യാപ്ഷൻ കൊടുക്കണം. അങ്ങനെ കൊടുക്കുന്നതാണ് മെനു. ഇനി ഇവിടെ തേർഡ് കൺസ്ട്രക്ടറിൽ പറയുന്നത് ജെ മെനു സ്ട്രിങ് നെയിം എന്നല്ലേ. ഇവിടെ ക്രിയേറ്റ് ന്യൂ മെനു വിത്ത് സ്പെസിഫൈഡ് നെയിം. നമുക്ക് ഇവിടെ ഒരു പർട്ടിക്കുലർ നെയിം നമ്മളിപ്പോ സ്പെസിഫൈ ചെയ്യണമെങ്കിൽ അതിന് ഇവിടെ ഇത് യൂസ് ചെയ്യാം. ഇനി ഇവിടെ ഫോർത്തിൽ പറയുന്നത് ബൂളിയൻ ഒരു ഒബ്ജക്റ്റും കൂടെ ഉണ്ടെങ്കിൽ അതിനകത്ത് നമുക്കത് ബൂളിയൻ സെലക്റ്റഡ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴേ അതെങ്ങനെയാണ് കാണേണ്ടത് അങ്ങനെ വേണം നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ് ബൂളിയൻ ടൈപ്പിലുള്ളത്. അപ്പൊ ഇത് മെനു ബാറിന്റെ ഒരു കൺസ്ട്രക്ടർ. ഞാൻ ആദ്യമേ പറഞ്ഞു നമുക്ക് മെനു ബാർ ആണ് ഇതിന്റെ ബേസ്. ആ ബേസ് മെനു ബാറിലേക്ക് നമ്മൾ ഇതിനെ മെനു വരണം, മെനുവിനകത്ത് മെനു ഐറ്റം ഉണ്ടാകണം. ഓക്കെ,
നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത് എന്താണ്? ആഡ് എന്ന് പറയുന്ന മെത്തേഡ്. സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആഡ് മെത്തേഡിലാണ് നമ്മൾ ഈ രണ്ട് കാറ്റഗറിയിലും, മെനു ബാറിലേക്ക് ആഡ് ചെയ്യണമെങ്കിലും മെനു ഐറ്റത്തിനെ മെനുവിലേക്ക് ആഡ് ചെയ്യണമെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ആഡ് ആണ്. ഇവിടെ നോക്കി, ആഡ് ജെ മെനു സി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ മെനുവിനെ എങ്ങോട്ടാണ് ആഡ് ചെയ്യുക? മെനു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതിനെ എപ്പോഴും ആഡ് ചെയ്യുന്ന ഒരു മെനു ബാറിലേക്കായിരിക്കും. ഇപ്പൊ നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന മെനു ആണെങ്കിൽ അതിനെ മെനു ബാറിന്റെ ഒബ്ജക്റ്റിലേക്ക് ആയിരിക്കണം ആഡ് ചെയ്യേണ്ടത്. ദെൻ ഇവിടെ അതിന്റെ ജനറൽ ആയിട്ട് പറഞ്ഞാൽ ആഡ് കമ്പോണന്റ് സി പറഞ്ഞാല് ആഡ് ചെയ്യുന്നത് നമ്മൾ ഏത് ഐറ്റം ആണോ അതിനെ ജെ മെനുവിലേക്ക് ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ മെനുവിനെ മെനു ബാറിലേക്ക്, ഇവിടെ നമ്മൾ കൊടുക്കുന്നതിന് മെനുവിലേക്കും ആഡ് ചെയ്യും. ഇനി ഇവിടെ ഒരു ഇൻഡെക്സ് പൊസിഷനും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതപ്പോ നമ്മളിപ്പോ എത്രാമത്തെ പൊസിഷനിലാണ് നമ്മുടെ ആ പർട്ടിക്കുലർ കമ്പോണന്റ് ആഡ് ചെയ്യുക. ഒബ്ജക്റ്റ് എന്ന് ഇവിടെ കമ്പോണന്റ് എന്ന് പറയുക നിങ്ങൾ യൂസ് ചെയ്യാൻ പോകുന്ന ഏത് ടൈപ്പിലുള്ള നെയിം എന്താണ്. ഇപ്പൊ അതിന് ന്യൂ ആണോ ഓപ്പൺ ആണോ, നമ്മൾ അങ്ങനെ ഓരോ മെനുവിനും ഓരോന്ന് കൊടുക്കുമല്ലോ, അതായിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഇൻഡെക്സ് പൊസിഷൻ ആണ് ഈ ഇവിടെ നമ്മൾ ഇതും കൂടെ കൊടുത്താൽ പറ്റുന്നത്. ഇനി ഇവിടെ ഇതാണെങ്കിൽ മെനു ഐറ്റത്തിനെ നമ്മൾ മെനുവിലേക്ക് ആഡ് ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ ആഡ് ജെ മെനു ഐറ്റം ആൻഡ് ഒബ്ജക്റ്റ് അങ്ങനെ കൊടുക്കാം. പിന്നെ ആഡ് സ്ട്രിങ് ക്രിയേറ്റ്സ് എ മെനു ഐറ്റം വിത്ത് സ്പെസിഫൈഡ് സ്ട്രിങ്, അത് എൻഡിലേക്ക് വരും. പിന്നെ നമുക്ക് അതിന്റെ ഇൻഡെക്സ് വാല്യൂ കിട്ടാനായിട്ടാണ് ഗെറ്റ് ഐറ്റം എന്ന് പറയുന്നത്, അല്ലെ ഇൻഡ് ഓഫ് ഇൻഡെക്സ് എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പൊസിഷൻ നമുക്ക് റിട്രീവ് ചെയ്യാം. ഇതാണ് നമ്മൾ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തിരിക്കേണ്ടത്, ഏതിലാണെങ്കിലും ആഡ് എന്ന് പറയുന്ന മെത്തേഡ് അതിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് നോക്കുക, അത് അങ്ങോട്ട് ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഏതിലേക്കാണോ ആഡ് ചെയ്യുന്നത് അതിന്റെ ഒബ്ജക്റ്റ് ഡോട്ട് ആയിരിക്കും കൊടുക്കുക. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്. ഇവിടെ AWT ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സിംഗ് ജാവ എക്സ് ഡോട്ട് സിംഗ് ഉണ്ട്, AWT ഡോട്ട് ഇവന്റ്. ഇത് ഒരു ഇവന്റും കൂടെ അതിനകത്ത് കാണിക്കുന്നുള്ളതുകൊണ്ടാണ് ഈ ഇവന്റും കൂടെ ഇമ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് സിമ്പിൾ ആയിട്ട് വേണേലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. മെനു വൺ എന്നാണ് ക്ലാസിന്റെ നെയിം. ഇവിടെ ലിസണർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ഫ്രെയിമിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് ജെ ഫ്രെയിം കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെനു ബാർ ആണ് അല്ലെ. അപ്പൊ നോക്കിയാൽ സ്റ്റാറ്റിക് ആയിട്ട് ജെ മെനു ബാർ അതിന്റെ ഒരു ഒബ്ജക്റ്റ്, മെനു ബാറിന്റെ ഒബ്ജക്റ്റ് നമ്മൾ MB എന്ന് കൊടുത്തു. ഇനി നമ്മളിവിടെ ജെ മെനുവിന് രണ്ട് മെനു ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്ന് എക്സ്, വേറൊന്ന് X1. അപ്പോൾ ഒരു മെനു ബാർ എന്ന് പറയുന്ന ഒരെണ്ണം മതി, അതാണ് നമ്മൾ ബേസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഈ MB. പിന്നെ X1 എന്ന് പറയുന്ന രണ്ട് മെനൂസും ഉണ്ട്. ഇനി നമ്മള് ജെ മെനു ഐറ്റത്തിന്റെ M1 M2 M3 എന്നും S1 S2 എന്നും പറഞ്ഞിട്ട് 5 ഒബ്ജക്റ്റ് ഈ മെനു ഐറ്റത്തിന്റെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഫ്രെയിമിന്റെ ഒരു ഒബ്ജക്റ്റ് ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് F. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു മെനു ബാർ, രണ്ട് മെനു എക്സ് ആൻഡ് X1, മെനു ഐറ്റം M1 M2 M3, ദെൻ S1 S2, ഫ്രെയിമിന്റെ ഒബ്ജക്റ്റ് F. ഇത്രയുമാണ് നമ്മൾ ഈ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മളവിടെ മെനുവിന്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഓരോന്നിനും മെമ്മറി അലോക്കേഷൻ കൊടുത്ത് ന്യൂ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നോ ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്തും കൊടുത്തു. ഫ്രെയിമിന് മെനു ഡെമോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അത്രയും നമ്മൾ സാധാരണ എഴുതുന്ന പോലെ അതിന്റെ കൺസ്ട്രക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ നമ്മൾ മെനു ബാർ ആണെന്നല്ലോ MB, അതിന് കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തു, ന്യൂ ജെ മെനു ബാർ. പിന്നെ നമുക്ക് രണ്ട് മെനു ഉണ്ടായിരുന്നു, ഏതാ എക്സ് ആൻഡ് X1. അപ്പോൾ ഒരു മെനുവിന് എക്സിന് നമ്മൾ മെനുന്ന് ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, X1ന്റെ മെനുവിന് സബ് മെനു എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ എക്സ് എന്ന് പറയുന്ന ഒരു മെനുവും ഉണ്ട്, X1 ഉണ്ട്. എക്സ് മെനു എന്നും X1 സബ് മെനു എന്നുമാണ്. ഇനി M1 M2 M3 എന്ന് പറയുന്നത് നമ്മുടെ മെനു ഐറ്റം ആണ്. അതിന് കൊടുത്തിരിക്കുന്ന നെയിംസ് മെനു ഐറ്റം 1, മെനു ഐറ്റം 2, മെനു ഐറ്റം 3 എന്നും. ഈ S1 S2 എന്ന് പറയുന്നതിന് സബ് മെനു ഐറ്റം 1 എന്നും സബ് മെനു ഐറ്റം 2 എന്നുമാണ്. ഇവിടെ എല്ലാം അതിന്റെ കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തു, അതിന് ഓരോ ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഓരോ എല്ലാ മെനു ഐറ്റത്തിലും നമ്മൾ ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കേണ്ടതാണെങ്കിൽ അതിന് ലിസണറുമായിട്ട് രജിസ്റ്റർ ചെയ്യണമല്ലോ. അപ്പൊ എല്ലാ മെനു ഐറ്റത്തിനെയും ലിസണറിലേക്ക് രജിസ്റ്റർ ചെയ്തു. അതാണ് ആ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് പാർട്ട്, ആഡ് ചെയ്യുന്നത്. ഇവിടെ നോക്കിയേ, എക്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മറന്നുപോയെന്ന് അറിയില്ല. എക്സ് എന്ന് പറയുന്നത് X1 എന്ന് പറയുന്ന മെനു ആയിരുന്നു അല്ലേ. അപ്പൊ അതിനകത്ത് നോക്കി M1 M2 M3 എന്ന് പറയുന്നത് നമ്മൾ മെനു ഐറ്റം 1, മെനു ഐറ്റം 2, മെനു ഐറ്റം 3 എന്ന് പറഞ്ഞിട്ട് 3 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ 3 അത് ഏത് മെനുവിലേക്ക് ആഡ് ചെയ്തു? എക്സ് എന്ന് പറയുന്ന മെനുവിലേക്ക്. അതുകൊണ്ടാണ് X ഡോട്ട് ആഡ് M1. അങ്ങനെ ഈ 3 ആഡ് ചെയ്തു. ഇനി ഒരു സബ് മെനു ഐറ്റം 1, സബ് മെനു ഐറ്റം 2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2 S1 S2 ക്രിയേറ്റ് ചെയ്തതിന് ഈ X1 എന്ന് പറയുന്ന അതിന്റെ ക്യാപ്ഷൻ നമ്മൾ സബ് മെനു എന്നാണ് കൊടുത്തിരിക്കുന്നത്, അതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഈ മെനു ഐറ്റം
ഈ മൂന്ന് എണ്ണം ഒരു മെനുവിലേക്കും ഈ രണ്ടെണ്ണം X1 എന്ന് പറയുന്ന സബ് മെനു എന്ന് പറയുന്ന ആ മെനുവിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതൊരു സബ് മെനു ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ X1 കൂടെ എക്സിലേക്ക് ആഡ് ചെയ്തു. ഇനി എന്നിട്ട് നമ്മൾ ഈ മൊത്തം എക്സിനെ മൊത്തമായിട്ടും മെനു ബാറിലേക്ക് ആഡ് ചെയ്തു. mb.add x എന്ന് പറയുമ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന മെനുവിനെ മെനു ബാറിലേക്ക് ആഡ് ചെയ്തു. മെനു ബാറിന്റെ ഒബ്ജക്റ്റ് ആണ് mb എന്ന് പറയുക. ഇത് നമ്മൾ ഫ്രെയിമിലേക്ക് മെനു ബാറിനെ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇത് നമ്മൾ സെറ്റ് ചെയ്തെങ്കിൽ ആ മെനു ബാർ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. f.set j menu bar of mb എന്ന് പറയുന്ന മെനു ബാറിനെ ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്തു. ലേബൽ ആഡ് ചെയ്തു. എഫിന് സൈസും വിസിബിലിറ്റിയും ഒക്കെ സെറ്റ് ചെയ്തു. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നടക്കേണ്ട ഇവന്റ് എന്ന് പറയുന്നത് ഈ ഡോട്ട് ഗെറ്റ് ആക്ഷൻ കമാൻഡ് എസിലേക്ക് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതിനെ സെറ്റ് ടെക്സ്റ്റ് ആയിട്ട് ചെയ്യുക. ഇവിടെ ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇവിടെ ആ ക്യാപ്ഷൻ എന്താണോ കൊടുത്തിരിക്കുന്നത് അതിനെ റിട്രീവ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് സ്റ്റോർ ചെയ്യാനാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ അതിന്റെ ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെനു ഈ മൂന്നെണ്ണം മെനു ഐറ്റം 1 മെനു ഐറ്റം ഇത് മൂന്ന് X1 എന്ന് പറയുന്നതും ഇത് സബ് മെനു ആണ്. ഈ സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഇത് രണ്ടും വിസിബിൾ ആകുന്നത്. അപ്പൊ കാരണം ഇതിനെ എന്നിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തു. ഇതെല്ലാം കൂടെ നമ്മൾ ഈ മെനുവിലേക്ക് ആഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ഈ സബ് മെനു ഐറ്റം 1 ഈ ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറയുന്നത് ലേബൽ പ്ലേസ് ചെയ്യാൻ പറഞ്ഞത് കൊണ്ടാണ് സബ് മെനു ഐറ്റം 1 സെലക്ടഡ് എന്ന് മെസ്സേജ് വരുന്നത്. കാരണം ഗെറ്റ് ആക്ഷൻ കമാൻഡ് എന്ന് പറയുന്നത് അതിന്റെ എന്താണോ അതിൽ കൊടുത്തിരിക്കുന്നത് അതിനെ റിട്രീവ് ചെയ്തിട്ട് ആ ലേബലായിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ ഔട്ട്പുട്ട്. അപ്പൊ ഇവിടെ ഒരു മെനു ബാറിൽ മെനു ഡെമോ എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു മെനു ഉള്ളത്. മെനു പിന്നെ മെനു ഐറ്റം 1 മെനു ഐറ്റം ഇത് രണ്ടും മെനൂസ് ആയിരുന്നു. ഈ മൂന്നെണ്ണവും ഈ സബ് മെനുവും രണ്ട് മെനു ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഇതൊരു സബ് മെനു ആയിട്ട് ആക്ട് ചെയ്തതുകൊണ്ട് നമ്മൾ ഈ രണ്ട് സബ് മെനൂസിനെയും കൂടെ അല്ലെ മെനു ഐറ്റത്തിനെയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഇതിനെ മൊത്തവും കൂടി മെനുവിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഒരു മെനുവിന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ട മെനു ബാർ മെനു ഐറ്റത്തിനെ മെനുവിലേക്ക് ആഡ് ചെയ്യുക, മെനുവിനെ മെനു ബാറിലേക്ക് ആഡ് ചെയ്യുക, അത് ഫ്രെയിമിലേക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളൊരു മെനു ക്രിയേറ്റ് ചെയ്യുക. ഇതുപോലെ ഒരു പ്രോഗ്രാം കൂടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കി അത് മനസ്സിലാകുന്നതേ ഉള്ളൂ. ജെ മെനുവിന്റെ 2 ഒബ്ജക്റ്റ്, മെനു ഐറ്റത്തിന്റെ 5 ഒബ്ജക്റ്റ് ഉണ്ട്. ഫ്രെയിമിന്റെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ മെനു ബാർ ക്രിയേറ്റ് ചെയ്തു. മെനുവിലെ സബ് മെനുവിനെയും കൊടുത്തു. ഇതിനെ നമ്മൾ ഓരോന്നിനും ഐറ്റം 1 ഐറ്റം 2 അങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഓരോന്നിനെയും മെനുവിലേക്ക് ആഡ് ചെയ്തു. ഈ മൂന്നെണ്ണത്തിനെ പിന്നെ സബ് മെനുവിലേക്ക് അതിനെയും കൂടെ ആഡ് ചെയ്തു. ആ സബ് മെനുവിലെ മെനുവിലേക്ക് ആഡ് ചെയ്തു. ഇതിനെ വീണ്ടും മെനു ബാറിലേക്ക് ആഡ് ചെയ്തു. അത് സെറ്റ് ചെയ്തു. ലേഔട്ട് സെറ്റ് ചെയ്തു. പിന്നെ കൺസ്ട്രക്ടർ കോൾ ചെയ്തു. ഇത് അതുപോലെ തന്നെ വേറൊരു പ്രോഗ്രാമാണ്. നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. പിന്നെ അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഇതുപോലെ വരും. ചേഞ്ച് നെയിമിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് സ്വിങ്ങിലുള്ള വേറൊന്നാണ് സ്ക്രോൾ ബാർ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നമ്മൾ സാധാരണ സിസ്റ്റത്തിലെല്ലാം യൂസ് ചെയ്യുന്ന സ്ക്രോൾ ബാർ ഉണ്ടല്ലോ. അതിനകത്ത് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഉണ്ട്. ജെ സ്ക്രോൾ ബാർ ക്ലാസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഡിക്ലറേഷനിൽ ജെ സ്ക്രോൾ ബാർ എക്സ്റ്റെൻഡ് ജെ കമ്പോണന്റ് ഇംപ്ലിമെന്റ് അഡ്ജസ്റ്റബിൾ ലിസ്റ്റർ ആണ് ഇവിടെ യൂസ് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ അതിനകത്ത് കൺസ്ട്രക്ടർ ആയിട്ട് ഇവിടെ ജെ സ്ക്രോൾ ബാർ യൂസ് ചെയ്യുന്നുണ്ട്. ഓറിയന്റേഷൻ കൊടുക്കാം. അത് വെർട്ടിക്കൽ ഓറിയന്റേഷൻ ഇന്റെ വാല്യൂ എക്സ്റ്റെൻഡ് മിന്നെ മാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനൊരു വാല്യൂ കൊടുക്കാൻ പറ്റും. ഒരു റേഞ്ച് ഓഫ് വാല്യൂസ് മിനിമം ആണ് മാക്സിമം ആണ് ഒരു വാല്യൂയും കൂടി ഇതിനകത്ത് സ്പെസിഫൈ ചെയ്യാം. എന്നിട്ട് ആ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നതനുസരിച്ച് ആ വാല്യൂവിന്റെ ചേഞ്ച് നമുക്ക് കിട്ടും. ഇവിടെ ഓറിയന്റേഷനും കൂടെ നമുക്ക് ഇതിനകത്ത് കൊടുക്കാം. ഇവിടെ ഓറിയന്റേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ മിനിമം വാല്യൂ മാക്സിമം വാല്യൂ അതിന്റെ പർട്ടിക്കുലർ വാല്യൂ കൂടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുക. ഇത് അതിനൊരു എക്സാമ്പിൾ ആണ്. സ്ക്രോൾ ബാർ ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു. സ്ക്രോൾ ബാറിന്റെ കൺസ്ട്രക്ടർ കൊടുത്തു. നമ്മളത് ഫ്രെയിമിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ഇതിനെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഔട്ട്പുട്ട് ഇങ്ങനെ ആയിരിക്കും കാണുക. സ്ക്രോൾ ബാർ എന്ന് പറയുന്നത് ഇതിന്റെ ഔട്ട്പുട്ട് ഇതുപോലെ കാണാൻ പറ്റും. ഇത് വേറൊരു എക്സാമ്പിൾ ആണ്. സ്ക്രോൾ ബാറിന്റെ ഇവിടെ നമ്മൾ ലേബൽ ഓറിയന്റേഷനോ അലൈൻമെന്റോ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന അത്രേ ഉള്ളൂ. ഇതിനകത്ത് പിന്നുള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് ലിസണറിനെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ സ്ക്രോൾ ബാറിന്റെ വാല്യൂ ഗെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന വാല്യൂവിനെയും കൂടി ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും.
ഇതാണ് ഈ പ്രോഗ്രാം.